ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രശ്മീസ് ക്രാഫ്റ്റ്സിലേക്ക് ഒന്നുകൂടി സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ഓണം ആശംസിക്കുന്നു. വിഷ് യു എ ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സ്വാദിഷ്ടമായ ബോളിയാണ്. ബോളി വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് പോകാം. ബോളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കടലപ്പരിപ്പ് ഇത് ഞാനൊരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താൻ വയ്ക്കുവാണ്. 2-3 മണിക്കൂർ വെച്ചാലും മതി. അതിനുശേഷം നമുക്കതിനെ ഒരു കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. കുക്കറിൽ ട്രാൻസ്ഫർ ചെയ്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പരിപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വേവിക്കാൻ വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് കുറച്ച് മൈദാ മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൈദാ മാവ് ഒരു 1/4 കപ്പോളം, 1/4 കപ്പ് 1/2 കപ്പ് അളവ്, അതായത് എത്രയാണോ ബോളി പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള മൈദാമാവ് അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഉപയോഗിച്ച് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. കൂടുതൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത് വേണം കുഴച്ചെടുക്കാൻ. അതായത് കുഴച്ചതിന് ശേഷം കൂടുതൽ നല്ലെണ്ണ ഒഴിച്ച് നമ്മളത് മാറ്റി വെക്കണം. എണ്ണയുടെ അംശം എപ്പോഴും കൂടുതലായിരിക്കണം. കൂടുതൽ നല്ലെണ്ണ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുത്ത് മാറ്റി വെക്കാം. എപ്പോഴും കടലപ്പരിപ്പിൻ്റെ അളവിൻ്റെ കുറവായിരിക്കണം മൈദാ മാവ് എടുത്തിരിക്കുന്നത്. നമ്മൾ കടലപ്പരിപ്പ് എപ്പോഴും കൂടുതലായിരിക്കണം. ഇതുപോലെ കുഴച്ച് വയ്ക്കാം. കുഴച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചിട്ട് മാറ്റി വെക്കാവുന്നതാണ്. നമ്മുടെ കടലപ്പരിപ്പ് ഇവിടെ വെന്ത് കഴിഞ്ഞു. നല്ലതുപോലെ കുക്കറിലൊരു 4-5 വിസിൽ ഞാൻ വരുത്തി വേവിച്ചിരിക്കുകയാണ്. ഈ വേവിച്ചെടുത്ത കടലപ്പരിപ്പിനെ നമുക്കൊരു മിക്സിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. മിക്സിയുടെ ജാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. തരിയൊന്നും പാടില്ല, ഒരുപാട് വെള്ളവും വേണ്ട. അരച്ചെടുത്ത് കടലപ്പരിപ്പിനെ നമുക്കിതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് കടലപ്പരിപ്പ് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. പരിപ്പ് മൊത്തം പാനിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ബോളിക്ക് നല്ല മധുരമാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3/4 കപ്പോളം കടലപ്പരിപ്പ് എടുത്തിരുന്നു. ഒരു 1/2 കപ്പ് 3/4 കപ്പ് മധുരത്തിനനുസരിച്ച് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ വീണ്ടും കുക്ക് ചെയ്തെടുക്കണം. ആ വെള്ളമെല്ലാം വറ്റിപ്പോയി നല്ലൊരു മാവിൻ്റെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാവിൻ്റെ പരുവത്തിലാവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. മധുരം നോക്കിക്കൊള്ളുക, കുറവാണെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വേറെ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇപ്പം വേവിച്ച് തണുപ്പിച്ച് ഞാൻ ഈ ഒരു ഫോമിൽ എടുത്തിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ച് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി വെച്ചു. നിങ്ങൾക്ക് കാണാൻ നല്ല ബോൾസ് ഉരുട്ടിയെടുക്കുന്ന പരുവത്തിലാണ് ഇപ്പോൾ മാവിരിക്കുന്നത്. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കടലപ്പരിപ്പ് വേണ്ടത്. ഇനി അതിൽ നിന്ന്
കുറച്ച് ബോൾസ് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ തയ്യാറാക്കി മാറ്റി വെക്കാം. കടലപ്പരിപ്പ് ബോൾസ് എല്ലാം ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇതിന് വേണ്ടി ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടിയിൽ മുക്കിയാണ് നമ്മൾ ബോളി കുഴച്ച് പരത്തി എടുക്കുന്നത്. നമ്മുടെ മൈദാമാവ് ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. മൈദാമാവിൽ എണ്ണ എപ്പോഴും ഇങ്ങനെ മുകളിൽ നിൽക്കണം. ആ ഒരു പരുവത്തിന് വേണം മൈദാമാവ് കുഴച്ച് വയ്ക്കാൻ. മൈദാമാവ് ഇപ്പോൾ 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കയ്യിൽ വെച്ച് ഇതുപോലെ മൈദാമാവ് നല്ലോണം പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച് കടലപ്പരിപ്പിൻ്റെ ഒരു ബോൾ അതിൻ്റെ നടുക്ക് വെച്ചതിന് ശേഷം എല്ലാ സൈഡിൽ നിന്നും മടക്കി യോജിപ്പിച്ച് കടലപ്പരിപ്പ് മൈദാമാവിന് അകത്ത് ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്നും കൂടി റൗണ്ടാക്കിയതിന് ശേഷം അരിപ്പൊടിയിൽ മുക്കിയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇതുപോലെ ബോൾസ് തയ്യാറാക്കി അരിപ്പൊടിയിൽ നല്ലതുപോലെ മുക്കിയെടുത്തിട്ടാണ് നമ്മൾ ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തിയെടുക്കുന്നത്. ഓരോ ബോളിയായിട്ട് നമുക്കിതുപോലെ പരത്തിയെടുക്കാം. ഒരുപാട് പ്രസ് ചെയ്ത് പരത്താൻ പാടില്ല. ഇത് കടലപ്പരിപ്പ് പൊട്ടി പുറത്ത് വരുന്നതാണ്. അപ്പോൾ പരത്തി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒട്ടുവാണെങ്കിൽ ഒന്നും കൂടി അരിപ്പൊടി തൂവിയതിന് ശേഷം പരത്തിയെടുക്കാവുന്നതാണ്. നേർത്ത് ഒന്ന് പതുക്കെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ദോശക്കല്ല് ഞാൻ ചൂടാവാൻ വെച്ചിരുന്നു. പരത്തി കൊടുത്ത ബോളിയെ നമുക്ക് ദോശക്കല്ലിടാം. ഇട്ടതിന് ശേഷം ഒരുപാട് നമുക്ക് ചൂട് കൊടുക്കേണ്ട കാര്യമില്ല. മൈദാമാവ് മാത്രമാണ് ആക്ച്വലി വേവേണ്ടത്. അതിനകത്തിരിക്കുന്ന കടലപ്പരിപ്പ് വെന്തതാണ്. കൂട്ടത്തിൽ തന്നെ മുകളിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. മുകളിൽ നെയ്യ് പുരട്ടി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കുമിള വരുന്ന സമയത്ത് തന്നെ, കുമിള വരുന്ന നിങ്ങൾക്ക് കാണാം, അപ്പം തന്നെ മറിച്ചിടുക. മറ്റേ സൈഡും കൂടി നെയ്യ് പുരട്ടി കൊടുക്കുക. രണ്ട് സൈഡും മാറി മാറി നെയ്യ് പുരട്ടി ഇട്ട് കൊടുത്ത് നമ്മുടെ ബോളി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മീഡിയം ഹീറ്റിലാണ് ഞാൻ ദോശക്കല്ല് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഹീറ്റ് ഇതിന് കൊടുക്കേണ്ട കാര്യമില്ല. മീഡിയം ഹീറ്റിൽ ജസ്റ്റ് ഒന്ന് ഒരു 2 സൈഡും ഒരു 2 മിനിറ്റോളം കിടന്നാൽ മതി. സൈഡിലൊക്കെ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മുടെ ബോളി 2 സൈഡും നല്ലതുപോലെ വെന്ത് റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ അടുത്ത ഒരു ബോളിയും കൂടി ഞാൻ തയ്യാറാക്കി പരത്തി ദോശക്കല്ലിൽ ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ നെയ്യ് പുരട്ടേണ്ടതുണ്ട്. മുകളിൽ ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ ഇത് പൊങ്ങി വരുന്നതാണ്. 2 സൈഡും മറിച്ചിട്ട് കൊടുത്ത് നെയ്യ് പുരട്ടാം.
ഇങ്ങനെ ബോളിയെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുത്ത് തയ്യാറാക്കാം. വളരെ എളുപ്പമാണ്. ബോളിയെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ലെയറായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.